കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഡയാലിസിസ് രോഗികളുടെ വലിയ പ്രതിഷേധം. ഡയാലിസിസിന് ആവശ്യമായ ഫ്ലൂയിഡ് കിട്ടാനില്ല എന്നുള്ളതാണ് ഈ പ്രതിഷേധത്തിന് കാരണമായത്. അഭിജിത്ത് മുഴക്കുന്ന് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അഭിജിത്ത്, ഇങ്ങനെയൊരു പ്രതിഷേധത്തിലേക്ക് കടക്കാൻ കാരണം ഈ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന രോഗികളുടെ അവസ്ഥ നമുക്കറിയാം. വല്ലാത്ത കഷ്ടതകളിൽ കൂടെയാണ് ഓരോ ഡയാലിസിസ് സമയത്തും അവർ കടന്നു പോകുന്നത്, അതിനുശേഷമുള്ള ദിവസങ്ങളും ഒക്കെ തന്നെ. ഇതിപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത്? ഇത്ര വലിയൊരു പ്രതിഷേധം? സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി ഡയാലിസിസ് രോഗികൾ അനുഭവിക്കുന്നുണ്ട്. അവർക്ക് ഈ ഫ്ലൂയിഡ് കിട്ടാനില്ലാത്തതുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് അവരെ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ മാസം 10 മുതൽ ഈ മരുന്ന് വിതരണവുമായി ബന്ധപ്പെട്ട മരുന്ന് വിതരണക്കാർ ഈ മെഡിക്കൽ കോളേജിലേക്കുള്ള മരുന്ന് വിതരണം അവസാനിപ്പിച്ചിരുന്നു. അതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള മരുന്ന് ക്ഷാമവും അനുഭവിച്ചു വരികയാണ്. ഇതാ ഇപ്പോൾ നിരവധി ഡയാലിസിസ് രോഗികളാണ് ഈ സൂപ്പർ സ്പെഷ്യാലിറ്റിക്ക് മുന്നിൽ പ്രതിഷേധവുമായി എത്തിയത്. ചേട്ടാ, ഫ്ലൂയിഡ് കിട്ടാനില്ലാത്തതാണ് പ്രശ്നം? ഡയാലിസിസ് ചെയ്തിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി. ഇപ്പോൾ ചെയ്യലില്ല, ഇപ്പം മരുന്ന് മാത്രമേ കുടിക്കുന്നുള്ളൂ. എന്താ നമ്മളിവിടെ വരുമ്പം ഫ്ലൂയിഡ് ഇല്ല എന്നാണ് പറയുന്നത്? അല്ല, ഇപ്പോൾ ഞാൻ ഡയാലിസിസ് ചെയ്തിട്ട് കുറേ ആയി. അപ്പം മരുന്നിന് വേണ്ടി നിൽക്കണം. അങ്ങനെ മരുന്ന് ക്ഷാമമുണ്ട് ഇവിടെ. അതുണ്ട്. എന്താ ചേട്ടാ നിലവിലെ സാഹചര്യം? സാധനങ്ങളൊന്നും കിട്ടും. ഇന്നലെ ഇപ്പോൾ നമ്മൾ ഇൻഷുറൻസിന് വാങ്ങാൻ പോയപ്പോൾ അത് കിട്ടാതെ കഴിഞ്ഞപ്പോൾ പുറത്തുനിന്ന് പോയിട്ട് 1500 രൂപയാണ് മൊത്തം സാധനം വാങ്ങാൻ. അപ്പോൾ നമുക്കിതിപ്പോൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ആളുകളാണ് മൊത്തത്തിൽ. ഈ ഡയാലിസിസ് ചെയ്യുന്ന ആളുകൾക്ക് മൊത്തത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവർക്കിത് മുന്നോട്ട് പോകണമെങ്കിൽ ഭയങ്കര പ്രയാസം. അപ്പോൾ അതിനെന്തെങ്കിലും സർക്കാർ പരിഹാരം കാണണം. ഇങ്ങനെ തന്നെയാണോ നിങ്ങൾക്ക് ഇപ്പോൾ ഈ പുറത്തുനിന്ന് മരുന്നുകൾ ഈ ഫ്ലൂയിഡുകളൊക്കെ വാങ്ങേണ്ടി വരുമ്പോൾ വലിയൊരു സാമ്പത്തികമായ ഒരു പ്രശ്നമായിരിക്കും? വളരെ സാമ്പത്തികമായി. ഞാനിപ്പോൾ അച്ഛനെ ഇവിടെ ഡയാലിസിസ് ചെയ്യുന്നതാണ്. ഞാൻ ഇവിടെ 3 പ്രാവശ്യം ഡയാലിസിസ് ചെയ്യുന്നത്. അപ്പോൾ ഈ 3 ദിവസം അച്ഛനെ കൊണ്ടുവരുമ്പോൾ ബാക്കിയുള്ള 2-3 ദിവസം എനിക്ക് പണിക്ക് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ വളരെയധികം ബുദ്ധിമുട്ടാണ്. ഞങ്ങളിപ്പോൾ പൈസക്കാരാണ്, പ്രൈവറ്റ് ആശ്രയിക്കൂലേ. ഇവരിപ്പോൾ ഞങ്ങൾ ഇത്രയും ഒരു ഇതിലായതുകൊണ്ടാണ് ഗവൺമെൻറ് ഈ മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കുന്നത്. ഇവർ ഒരു ദിവസം ഈ സംഭവം ഇതൊരു ദിവസം തന്ന് ഇത് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് മൊത്തം വാങ്ങിക്കുക. പിന്നെ ഇന്ന് തന്ന ബില്ലാണിത്, ഇതും കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട്. ഇതിപ്പോൾ ഇങ്ങനെ ഓരോ ദിവസം ഓരോന്ന് കഴിഞ്ഞ് തുടങ്ങി ഞങ്ങൾ എന്ത് ചെയ്യാനാ? ഇത് പ്രതിഷേധിക്കാതെ വേറെ നിവർത്തിയില്ല. ഇത് അങ്ങനെ തന്നെയാണ് ഇവരുടെ ഒരു പ്രശ്നം. ഇവരിപ്പോൾ ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന് മുന്നിൽ അവർ വലിയ രീതിയിൽ കൂടുതൽ ഈ ഡയാലിസിസ് രോഗികൾ എത്തി പ്രതിഷേധിക്കുകയാണ്. നമുക്കറിയാം, വലിയ പ്രതിസന്ധിയിലൂടെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മെഡിക്കൽ കോളേജിലെ സ്ഥിതി കടന്നുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ 10-ന് ഈ മരുന്ന് വിതരണം അവസാനിപ്പിക്കുന്നു. ഭീമമായ കുടിശ്ശികയായിരുന്നു ഈ വിതരണം അവസാനിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. അതിനുശേഷം മരുന്ന് ക്ഷാമം രൂക്ഷമാകുന്നു. ഇതാ ഇപ്പോൾ ഡയാലിസിസ് രോഗികൾ വലിയൊരു പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണ്. സ്മിത, അഭിജിത്ത് മുഴക്കുന്നാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഡയാലിസിസിനെത്തിയ രോഗികളുടെ പ്രതിഷേധം, അവർക്കൊപ്പമുള്ള ബൈസ്റ്റാൻഡേഴ്സ് അവർ കൂടിയാണ് ഇത് പ്രതിഷേധിക്കുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി മരുന്ന് ക്ഷാമം അവിടെയുണ്ട്, മരുന്നുകളുടെ വിതരണം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഡയാലിസിസിന് ആവശ്യമായ ഫ്ലൂയിഡ് അത് പുറത്തുനിന്ന് വാങ്ങേണ്ട അവസ്ഥ, സാമ്പത്തിക പരാധീനതകളുള്ള രോഗികൾക്ക് അത് വലിയ ഭാരമാകുന്നു. ആ രീതിയിലുള്ള കാര്യങ്ങൾ വന്നപ്പോൾ ഒടുവിൽ അവർ പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണ്. ഡയാലിസിസ് രോഗികളുടെ ഒരു ആരോഗ്യ അവസ്ഥയൊക്കെ നമുക്കറിയാവുന്നതാണ്. എത്രയും പെട്ടെന്ന് തന്നെ അവരുടെ ഈ പ്രതിഷേധം അത് അവസാനിപ്പിക്കാനുള്ള പരിഹാരങ്ങൾ, മെഡിക്കൽ കോളേജിൽ നിന്നുള്ള പ്രതികരണങ്ങളെല്ലാം നമുക്ക് ലഭിക്കേണ്ടതുണ്ട്.